നമ്മുടെ സ്ഥാനാർത്ഥിയെ ഹാരാർപ്പണം ചെയ്യുന്നതിനായി മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ബിന്ദു ഷൈനെ ക്ഷണിക്കുന്നു. മഹിളാ മോർച്ചയിലെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. പൊന്നാനി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഇതിന്റെ നിരവധി വേദികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ മണ്ഡലം ആര് ജയിച്ചു, ഇത് ജയിച്ചു വന്നു എന്നത് നമ്മൾ വലിയ ചർച്ചാ വിഷയമാകേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഈ നാടിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതങ്ങൾ സുന്ദരമാകേണ്ട, നിങ്ങളുടെ വികസനങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ട, അതിനൊക്കെ നിങ്ങളെയൊക്കെ ചേർത്ത് നിൽക്കേണ്ട ജനപ്രതിനിധികൾ ഈ നാടിനൊന്നും ചെയ്തിട്ടില്ല എന്നതാണ് ഈ നാടിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യം വലിയ പുരോഗതിയുടെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അഴിമതി നിറഞ്ഞ ഒരു ഭരണത്തിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് കഴിഞ്ഞ കോൺഗ്രസ് UPA സർക്കാരുകൾ, ഇടതുപക്ഷം ഉൾപ്പെടെ ചേർന്നിട്ടുള്ള UPA സർക്കാരുകൾ ഉൾപ്പെടെ രാജ്യത്ത് അഴിമതിയുടെ കുത്താടമായിട്ട് മാറിയിട്ടില്ല. എവിടെ നോക്കിയാലും അഴിമതിയുടെ കഥകൾ മാത്രം പറയുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആ കാലഘട്ടത്തിൽ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ജനം ആശങ്കയോടെ നിൽക്കുന്ന സമയത്താണ്, ആ തെരഞ്ഞെടുപ്പിലാണ് രാജ്യത്തിന്റെ പുതിയ നായകസ്ഥാനം നൽകിക്കൊണ്ട് നരേന്ദ്രമോദിജിയെ വിജയിപ്പിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതിനുശേഷമുണ്ടായിട്ടുള്ള ഈ 11 വർഷത്തെ ഭരണം രാജ്യം വലിയ പുരോഗതിയിലേക്ക് കടന്നു വന്നു. പക്ഷെ ആ പുരോഗതി പോലും ഈ നമ്മുടെ പൊന്നാനിയിൽ എത്തിയിട്ടില്ല എന്നതാണ് ഈ പൊന്നാനി അസംബ്ലി നിയോജകമണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, രാജ്യത്തിന്റെ വികസനത്തിന്റെ കൂടെ നിങ്ങളും ഉണ്ടാകണം. അങ്ങനെ ആ രാജ്യത്തിന്റെ വികസനത്തോടെ കൂടെ ഉണ്ടാകണമെങ്കിൽ ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കണം. അങ്ങനെ ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും വലിയ നിലയിലെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നിങ്ങളുടെ വോട്ട് മനീഷ് ചെന്നിത്തല എന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ തെങ്ങുംതൈ പടിയാളത്തിൽ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. അങ്ങനെ വിജയിപ്പിച്ചാൽ മാത്രമേ ഈ നാട് വികസനം ഉണ്ടാകൂ എന്നതാണ്. ഇതിനു മുമ്പ് ഈ നാട് ഭരിച്ചവർ, ഈ നാടിന് തെരഞ്ഞെടുക്കപ്പെട്ടവർ, ഈ നാടിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഈ നാടിനെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ടായി എന്നുള്ളത് തന്നെയാണ് ഈ നാടിന്റെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ആ വികസനം നമ്മുടെ നാടിനും എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതിനെത്തിച്ചേരുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്.